ഇത് നമുക്ക് പവർ മെഷീനിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ജാക്കിൻ്റെ A2C സീരീസ് ആണ് ഉള്ളത്. മെഷീൻ ടേബിളിൽ ഇതുപോലെ ഒരു ഹോൾഡർ കാണാം. അതിലേക്കാണ് നമ്മൾ മെഷീനെ ലിഫ്റ്റ് ചെയ്ത് കെടുത്തേണ്ടത്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർ കൊടുത്തിട്ട് വേണം ലിഫ്റ്റ് ചെയ്യാനായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഓയിൽ ടാങ്ക്. ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഓയിലുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഓയിലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഉള്ള ഓയിലിനെ എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം ആദ്യം. ഇത് ഒരു മാഗ്നറ്റ് റിംഗ് ആണ് കേട്ടോ. ഇതെടുത്ത് മാറ്റണം. ഓയിൽ ടാങ്കിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒരു ഹോള് കാണാം. ഇതുവഴിയാണ് കേട്ടോ നമ്മൾ അതിലുള്ള ഓയിൽ പുറത്തേക്ക് എടുക്കേണ്ടത്. സ്ക്രൂ റിമൂവ് ചെയ്യുമ്പോൾ ഓയിൽ അതുവഴി പുറത്തേക്ക് പോകും കേട്ടോ. സ്ക്രൂ റിമൂവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം ഈ ഹോളിൻ്റെ ഇവിടെ ഇതുപോലെ ഒരു ബോട്ടിൽ പിടിച്ചു കൊടുക്കണം കേട്ടോ. ആ വരുന്ന ഓയിലിനെ കളക്ട് ചെയ്യാനാണ്. വെച്ചതിന് ശേഷം സ്ക്രൂ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓയിൽ മുഴുവനായും കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഓയിൽ ടാങ്കും മെഷീൻ്റെ അടിവശമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന നൂലിൻ്റെ പൊട്ടും സ്റ്റോണും മറ്റു പൊടിയൊക്കെ നന്നായിട്ടുണ്ടാവും. അതൊക്കെ നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി സ്ക്രൂവും ആ മാഗ്നറ്റിൻ്റെ റിങ്ങും ഒക്കെ നമുക്ക് യഥാസ്ഥാനത്ത് തന്നെ വെച്ച് കൊടുക്കാം. സ്ക്രൂ നന്നായി ടൈറ്റ് ആക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതുവഴി ഓയിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഓയിലാണ് ഞാനിനി മെഷീൻ ടാങ്കിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഈ ഓയിൽ മെഷീൻ കടകളിലൊക്കെ കിട്ടും കേട്ടോ. ഓയിലുകൾ തമ്മിലുള്ള കളർ ഡിഫറൻസ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ലേറ്റ് ആയാൽ കളർ ഇനിയും ഡാർക്കണാവും കേട്ടോ. പിന്നെ 4 മാസം കൂടുമ്പോൾ മസ്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ മെഷീൻ്റെ പെർഫോമൻസിനെ അത് നന്നായിട്ട് ബാധിക്കും. മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ റിപ്പയറിങ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് മെയിൻ്റെനൻസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓയിൽ ടാങ്കിൽ ഇതുപോലെ ഹൈ ആൻഡ് ലോ എന്ന് 2 മാർക്ക് കാണാം. അതിൽ ഹൈ വരെയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിൽ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ കുറയാതെയും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഏകദേശം ഒരു 1/2 ലിറ്ററാണ് കേട്ടോ നമ്മൾ ഓയിൽ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. മെഷീനിന് പഴയതുപോലെ പതുക്കെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ.